നമസ്കാരം. ബയോളജിയുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ സ്ക്രീനിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നു. രണ്ടാമത് കൊടുത്തിരിക്കുന്ന വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ വേനൽക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ഓപ്ഷൻ ഡി പറയുന്നത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗീകരണം കുറയും. ഇതാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കുമെന്ന് പറയുന്നതാണ് തെറ്റ്. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവല്ല, കൂടുതലായിരിക്കും. ഓക്കെ, നമുക്കപ്പം വാസോപ്രസിൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, വാസോപ്രസിൻ ഹൈപ്പോതലാമസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഇനി ഹൈപ്പോതലാമസ് ആണ് വാസോപ്രസിനെ നിർമ്മിക്കുന്നതെങ്കിലും പുറപ്പെടുവിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അപ്പം ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ, പുറപ്പെടുവിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ADH ഹോർമോൺ, അല്ലെങ്കിൽ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടും. അപ്പോൾ വാസോപ്രസിന് അറിയപ്പെടുന്ന പേര് ADH ഹോർമോൺ, അല്ലെങ്കിൽ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനെയാണ്. ഇനി വാസോപ്രസിൻ്റെ മറ്റൊരു പ്രത്യേകത വൃക്കയിലെ ജലത്തിൻ്റെ അളവിനെ ക്രമീകരിക്കും. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും വാസോപ്രസിനാണ്. വൃക്കയിലെ ജലത്തിൻ്റെ അളവിനെ ക്രമീകരിക്കും, അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും വാസോപ്രസിനാണ്. ഇനി വാസോപ്രസിൻ്റെ അപര്യാപ്തതയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്, അല്ലെങ്കിൽ മലയാളം പറയുകയാണെങ്കിൽ അതിൻ്റെ മലയാളം അരോചക പ്രമേഹം. ഓക്കെ, അപ്പോൾ വാസോപ്രസിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് അഥവാ അരോചക പ്രമേഹം എന്നറിയപ്പെടും. ഓക്കെ, ഇനി ഈ അരോചക പ്രമേഹം എന്താണെന്ന് ചോദിച്ചാൽ വാസോപ്രസിൻ കുറയുമ്പോൾ അമിതമായി മൂത്രം പോകുകയും അമിതമായി ദാഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്, അല്ലെങ്കിൽ അരോചക പ്രമേഹം എന്നറിയപ്പെടുന്നത്. ഇനി വാസോപ്രസിൻ പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെയും കൂടെ പഠിക്കണം, ഓക്സിറ്റോസിൻ. വാസോപ്രസിൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ് ഓക്സിറ്റോസിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനെ നമ്മൾ വിളിക്കുന്നത് സ്നേഹ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗർഭാശയ ഭിത്തിയുടെ സങ്കോച വികാസങ്ങൾക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ പ്രസ്താവന ഏതായിരുന്നു? അതിൻ്റെ തെറ്റായ പ്രസ്താവന വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഓപ്ഷനിൽ തന്നിരിക്കുന്ന കുറവായിരിക്കും എന്നാണ്. അതാണ് അതിനകത്തെ തെറ്റായ പ്രസ്താവന. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓക്കെ, വൈറ്റമിൻ എയുടെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വൈറ്റമിൻ എയുടെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ തന്നിരിക്കുന്നത് മയോപ്പിയ, നിശാന്തത, വർണ്ണാന്തത, ഗ്ലൂക്കോമ. ഓക്കെ, ഏതൊക്കെയാണ് ഓപ്ഷൻ? മയോപ്പിയ, നിശാന്തത, വർണ്ണാന്തത, ഗ്ലോക്കോമ. ഇതാണ് അതിനകത്ത് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിശാന്തതയാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നിശാന്തത അതായത് നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന നമ്മുടെ കണ്ണിലെ കോശമാണ് റോഡ് കോശം. ഇപ്പോൾ റോഡ് കോശങ്ങളുടെ പ്രവർത്തന തകരാറ് മൂലം മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച അസാധ്യമാകുന്ന രോഗമാണ് നിശാന്തത. റോഡ് കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലം മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച അസാധ്യമാകുന്ന രോഗമാണ് നിശാന്തത. അപ്പോൾ നിശാന്തതയെപ്പറ്റി പറയുമ്പോൾ കണ്ണിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്തെ മറ്റൊരു രോഗമാണ് സിറോഫ്താൽമിയ. അത് നമ്മൾ വൈറ്റമിൻ എ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് പഠിക്കാനുള്ളതാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സിറോഫ്താൽമിയ. എന്താണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ഇനി സിറോഫ്താൽമിയ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. സിറോഫ്താൽമിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് റോസ് ബംഗാൾ ടെസ്റ്റ്. അടുത്തൊരു രോഗമാണ് ഗ്ലോക്കോമ. ഓക്കെ, ഗ്ലോക്കോമയുടെ ലക്ഷണം, അല്ലെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടാകാൻ കാരണം ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള കാരണം. ഒപ്റ്റിക് നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അതുപോലെ നിശബ്ദനായ കാഴ്ച അപഹാരകൻ എന്നറിയപ്പെടുന്ന രോഗമാണ്
ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ച അപഹാരകൻ എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. അതേപോലെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. ഇതും മറ്റൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. ഓക്കെ, ഈ അടുത്ത കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നസ്, വർണ്ണാന്ധത. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. പ്രത്യേകിച്ച് ചുമപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. അപ്പം നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയും. ഓക്കെ, ഇനി കളർ ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ വർണ്ണാന്ധത കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇഷ്ഹാര ടെസ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സിറോഫ്താൽമിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് റോസ് ബംഗാൾ ടെസ്റ്റും വർണ്ണാന്ധത കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഇഷ്ഹാര ടെസ്റ്റും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. ഓപ്ഷൻ നോക്കാം, ലോക പരിസ്ഥിതി ദിനം, ഓപ്ഷൻ ബി ലോക കണ്ടൽ ദിനം, ഓപ്ഷൻ സി ലോക ജലദിനം, ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ ലോക കടലാമ ദിനമാണ്. മെയ് 23 ലോക കടലാമ ദിനമാണ്. ഇനി കണ്ടൽ ദിനം ജൂൺ 26 കണ്ടൽ ദിനം. നമുക്കറിയാം കേരളത്തിലെ കണ്ടൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് 1000 തെങ്ങ് കൊല്ലമാണ് അല്ലേ. അപ്പോൾ കണ്ടൽ ദിനം ജൂൺ 26. അതുപോലെ ലോക വനദിനം മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളുടെ ഫോഴ്സ് ബാച്ചിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 1, 2 ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.